ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ പാറ്റേൺ ഇതുപോലെ വരുന്നത് കേട്ടോ. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴത്ത് കുറച്ച് ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ചെറിയൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ വരുന്ന ഡോട്ടിൽ നമുക്ക് ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യണം. കവറായി വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. താഴത്ത് ഒരു കട്ട് ബീഡും ഒരു സീക്വൻസുമാണ് വെക്കേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിത് റൗണ്ട് നെക്കിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു വർക്ക് നമുക്ക് ബോക്സ് നെക്കിലോ നമുക്ക് വി നെക്കിലോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കൂടുതലും റൗണ്ട് നെക്കാണ് ഇഷ്ടം. അതിന് കൂടുതലും ഞാൻ റൗണ്ട് നെക്കിലാണ് കൂടുതലും വർക്ക് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പം വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ ചെയ്യാൻ ഒത്തിരി മടിയാണ്. അപ്പം മടിയുള്ളവർക്കും ബിഗിനേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി മെസ്സേജ് വരാറുണ്ട് കേട്ടോ. നമുക്ക് പാറ്റേൺ ഒന്നും അറിയത്തില്ല, സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വർക്കൊന്ന് കാണിക്കാവുമെന്ന്. അപ്പോൾ ഇതുപോലെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വേണം കേട്ടോ. അപ്പോൾ ആൻറ്റിക്കെല്ലാം ഗോൾഡൻ ആണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മൾ സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നോർമൽ റൗണ്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക. നോർമൽ സ്വിംഗ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നോർമൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രെയിം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള നമ്മൾ 2-3 ദിവസം മുമ്പ് ഇട്ട വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ എങ്ങനെയാണ് ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ല. ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. കറക്റ്റ് നമുക്ക് ഏകദേശം അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് ചെറിയ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്തു പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ സെൻറ്ററിൽ കൊടുത്തേക്കുന്ന ഗോൾഡൻ ബീഡ് 2 പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുക. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 ആണെങ്കിൽ 5 അല്ലെങ്കിൽ 6 കട്ട് ബീഡ് ഉപയോഗിച്ച് റൗണ്ട് ചെയ്തൊരു ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ 6 കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് 2 ബീഡ് ഇടയ്ക്ക് ലോക്ക് കൊടുക്കുക കേട്ടോ. ലോക്ക് സ്റ്റിച്ച് മസ്റ്റാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ലോക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് തൊട്ടടുത്ത് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലവറിന്റെ തൊട്ട് താഴത്തൂടെ ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും വെച്ച് ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഒരു സീക്വൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് താഴത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കട്ട് ബീഡാണേ വരേണ്ടത്. കറക്റ്റ് പോയിന്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് താഴേക്ക് നീഡിലെടുക്കുക. 2 പ്രാവശ്യം അതും ഒന്ന് ലോക്ക് കൊടുക്കുക കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഞാനിത് ഫൈനലി ഇനി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഒരുപാട് പേർക്ക് സിമ്പിൾ വർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഹെവി ആയിട്ട് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ സിമ്പിൾ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ്. കണ്ടല്ലോ. അപ്പോൾ ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുക, 6 കട്ട് ബീഡ് വെക്കുക, ഒരു കട്ട് ബീഡ്, ഒരു സീക്വൻസ്. ഇത് തന്നെയാണ് നമുക്ക് ഫുള്ള് ചെയ്ത് പോരേണ്ടത്. 2 സ്ലീവിലും നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് റൗണ്ട് ഫുള്ളും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫ്രെയിം മാറ്റിയിട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ബിഗിനേഴ്സിനും പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.